സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടിയെ, അവളുടെ ലൈംഗികതയെ, അവളുടെ ഡ്രസ്സിനെ, അവളുടെ ചിരിയെ, അവളുടെ സംസാരത്തെ, അവളുടെ നിറത്തെ, കൊലത്തെ എല്ലാം നോക്കി സ്മാർത്ത വിചാരം ചെയ്യുന്ന ചില തോന്നിയവാസികൾ ഒരു കൂട്ടമായി ആ പ്രസ്ഥാനത്തിനകത്തുണ്ട്. അതുകൊണ്ട് അഭിമാനകരം എന്ന് പറയാവുന്നത് ചെറുപ്പക്കാരിയായ, കാണാൻ സുന്ദരിയായ, അവിവാഹിതയായ ഒരു പെൺകുട്ടി അവൾ ഒരു പ്രശ്നത്തെ നേരിട്ടപ്പോൾ ആ പ്രശ്നത്തെ ചങ്കൂറ്റത്തോടുകൂടി നേരിടുകയും ഒപ്പം അതിൽ വീഴ്ച പറ്റാതെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് നിന്ന് പറയാൻ അവളെ പ്രാപ്തമാക്കിയ ആ കുടുംബത്തിന്, അവളെ അങ്ങനെ പ്രാപ്തയാക്കിയ റിനിയുടെ അച്ഛന്, അപ്പന്, അമ്മയ്ക്ക്, സഹോദരന് ആദ്യമായി ഞാൻ ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുകയാണ്. നമ്മുടെ കരുത്ത്, നമ്മുടെ ശക്തി ആരംഭിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ആ കരുത്താണ് നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത്. ഒരു കെട്ടിടത്തിൻ്റെ ബലം എന്ന് പറയുന്നത് അതിൻ്റെ അടിത്തറയാണ്. ആ കരുത്തുറ്റ അടിത്തറ കൊടുത്ത കുടുംബമാണ് ഒന്നാമത്തെ സമ്മാനത്തിന്, അവാർഡിന് അർഹത എന്ന് ഞാൻ കാണുകയാണ്. കാരണം പലപ്പോഴും ഇപ്പൊ 2 കുട്ടികളുണ്ടല്ലോ, സ്നേഹം നടിച്ച് ആ സ്നേഹത്തിൽ വിശ്വസിച്ച് ലൈംഗികമായ ബന്ധത്തിലേർപ്പെട്ട് സ്വാഭാവികമല്ലേ? എന്താ സ്ത്രീകൾക്ക് വികാരമില്ലേ? സ്ത്രീകൾക്ക് സ്നേഹമില്ലേ? സ്ത്രീകളും ഒരു വികാരമുള്ള ജീവിയാണ്. സ്ത്രീകൾക്കും ലൈംഗികമായ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ള ജീവിയാണ് എന്ന ബോധമില്ലാത്തവരാണോ ഈ സമൂഹം? അപ്പോൾ പക്ഷേ നമ്മുടെ സമൂഹം കൽപ്പിക്കുന്നത് എന്താ? നീ നോക്കരുത്, നീ പ്രേമിക്കരുത്, നീ പ്രണയിക്കരുത്. ഇതാണ്. ആണിനെ പോലെ തന്നെ, ട്രാൻസ്ജെൻഡറിനെ പോലെ തന്നെ സ്ത്രീക്കും പെൺകുട്ടിക്കും എല്ലാ വികാര വിചാരങ്ങളും ചിന്തയും ഒക്കെ ഉള്ളവരാണ്. അപ്പൊ പ്രശ്നം എവിടെയാ? ഇത്തരം ശാസ്ത്രീയമായ മാനുഷികമായ ചില യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ ഇങ്ങനെ മൂടി പുതച്ച് വെച്ച് അവസാനം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായി, ഒരു ഉപാധിയായി ഞാൻ ഉൾപ്പെടെ, ഞാൻ പറയുന്നത് എന്നെ മാറ്റി നിർത്തിയിട്ടല്ല, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹം, സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറും ഒക്കെ ഉൾപ്പെടെയുള്ള ഈ സമൂഹം ഇതിൽ കുറ്റവാളികളാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ തന്നെ ചില തിരിച്ചറിവിന്റെ രാഷ്ട്രീയം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നോക്കൂ, റെനി വിശ്വസിച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. റെനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്തു, റെനിയെ ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട്, നിങ്ങൾ ഇതുമായി മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയാൻ റെനിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വേദി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടിയെ, അവളുടെ ലൈംഗികതയെ, അവളുടെ ഡ്രസ്സിനെ, അവളുടെ ചിരിയെ, അവളുടെ സംസാരത്തെ, അവളുടെ നിറത്തെ, കൊലത്തെ എല്ലാം നോക്കി സ്മാർത്ത വിചാരം ചെയ്യുന്ന ചില തോന്നിയവാസികൾ ഒരു കൂട്ടമായി ആ പ്രസ്ഥാനത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് റെനിക്ക് ബോധ്യപ്പെട്ടു. ഇപ്പൊ ഞാൻ അല്പമല്ല കേട്ടോ, ഇത് എനിക്കും റെനിക്കും മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇത്തരത്തിൽ നടു റോട്ടിലിട്ട് നമ്മുടെ ലൈംഗികതയെ, നമ്മുടെ അഭിമാനത്തെ, നമ്മുടെ അന്തസ്സിനെ, നമ്മുടെ ആത്മാഭിമാനത്തെ വലിച്ചു കീറുമ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക വേദനയുണ്ട്. അതില്ല എന്നൊന്നും പറയില്ല.